സി ഇവരെയൊക്കെ ഒരുമിച്ച് ഡിറക്റ്റ് ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും ഓഫ് കോഴ്സ് ആസ് ന്യൂ കമേഴ്സ്, ഇവരുടെ കൂട്ടത്തിൽ ലാലേട്ടനെ കൂടെ ചേർത്ത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ് ആസ് എ ഡയറക്ടർ? അതൊക്കെ പറയാം. നമസ്കാരം. എനിക്ക് ജിത്തു ചേട്ടനോടാണ് പറയാനുള്ളത്. ജിത്തു ചേട്ടൻ പറഞ്ഞ 9 വർഷം മുമ്പ് പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ലുക്ക് എനിക്ക് തന്നത്. അത് ഞാനവിടെ പടപടാന്ന് അടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞാൻ അഭിനയിക്കണം ടെൻഷൻ ഇല്ലാത്ത പോലെ. കാരണം ഇത്രയും വലിയ അഭിനയം എന്താന്ന് പോലും അറിയാത്ത കാലത്ത് പോലും നമുക്ക് സിനിമ ഇഷ്ടപ്പെടുത്തിയ ലാൽ സാറിൻ്റെ മകള് വരുന്ന ആദ്യ സിനിമ. അപ്പോൾ ആ സിനിമയിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ തലയിലായിരിക്കും. അതിപ്പോഴും ഞാൻ അംഗീകരിക്കുന്നു. ഇതിനെന്ത് സംഭവിച്ചാലും എല്ലാ ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ്. പക്ഷേ എനിക്കിപ്പോഴും പറയാനുള്ളത്, ആദ്യ സിനിമയാണെന്നുള്ള യാതൊരു ഇൻഹിബിഷൻസും ഇല്ലാതെയാണ് മായ ചെയ്തത്. മായയായാലും ആശിഷായാലും രണ്ടുപേരും. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ മനോജ് ചേട്ടനായാലും സായി ചേട്ടനായാലും ജാഫർക്ക് ഉണ്ട് ഇപ്പോഴത്തിൽ ഒരുപാട്. ഞങ്ങൾ ശരിക്കും ഒരു നൈറ്റ് ഷൂട്ടായിരുന്നു കൂടുതലും. പക്ഷെ ഞങ്ങൾ സായി ചേട്ടനും മനോജ് ചേട്ടനും ജാഫർക്കും ഞങ്ങൾക്ക് അവിടെ കോമഡിയൊക്കെ അടിച്ച്, മായ മാത്രം അവിടെ ഡയലോഗ് പറയാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടോ. ഞങ്ങളൊക്കെ അവിടെ എൻജോയ് ചെയ്ത്. പക്ഷെ മായയുടെ മുമ്പിൽ നമ്മൾ ടെൻഷൻ ഇല്ലാത്തപോലെ അഭിനയിക്കുന്നു. പക്ഷെ ഭയങ്കര രസമായിരുന്നു. ചേച്ചി ഉണ്ടായിരുന്നു ഫുൾ ടൈം. ആൻറ്റിച്ചേട്ടനും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആൻറ്റിച്ചേട്ടൻ ഒരു പടത്തിൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് ഇത്രയും ദിവസം വരുന്നത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആൻറ്റിച്ചേട്ടൻ അങ്ങനെ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ലൊക്കേഷനൊന്നും പോകാറില്ല, പക്ഷേ ഇവിടെ വന്നൊക്കെ തമാശയൊക്കെ പറഞ്ഞിരിക്കാമെന്ന് പറഞ്ഞു. ഒരു ഫാമിലി ട്രിപ്പ് പോയാലും. പിന്നെ ഒന്നാമത്തെ നമ്മുടെ ലൊക്കേഷൻ കുട്ടിക്കാനമായിരുന്നു. അപ്പോൾ അവിടെ ഒരു വെക്കേഷൻ പോകുന്നൊരു കാലാവസ്ഥയും ഒക്കെ ആയിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ഒരുപാട് സംവിധായകരുണ്ട്. അത് കഴിവ് തെളിയിച്ച എത്രയോ പേരുണ്ട്. അത് പ്രത്യേകിച്ച് ലാൽ സാറിൻ്റെ പടങ്ങൾ ചെയ്ത ഒരുപാട് പേരുണ്ട്. ആശീർവാദിൻ്റെ സിനിമകൾ ചെയ്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്തോ ദൈവം എനിക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ നോക്കി വെച്ചിരുന്നത്. എനിക്കൊരു യോഗമായി ഞാൻ കാണുന്നു. കാരണം മായയെപ്പോലെ ഒരു ആർട്ടിസ്റ്റ്, ഞാൻ ഇന്നും അവരോട് പറഞ്ഞതാണ്. അതായത് മായയ്ക്ക് ഒറ്റ ടെൻഷനേ ഉള്ളൂ, മലയാളം ഭാഷ. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ മലയാളം ഭാഷ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ആർക്കും പഠിക്കാവുന്ന ഒരു ഭാഷയേ ഉള്ളൂ. മായയ്ക്ക് അറിയാം മലയാളം. പക്ഷെ മായ അതിൽ ഒരു കമാൻഡിങ് പവർ കിട്ടുവാണെങ്കിൽ മലയാള സിനിമ കണ്ട ഒരുപാട് നല്ല മികച്ച നടിമാരുടെ ലിസ്റ്റിൽ ടോപ്പ് ലിസ്റ്റിൽ വരാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് മായ. കാരണം ഞാൻ രണ്ട് വേഷവും കണ്ടിട്ടുണ്ട് മായയുടെ. മായ ഫസ്റ്റ് ഡേ ചെയ്യുന്നതും ഒരു 10 ദിവസം കഴിഞ്ഞിട്ടും പിന്നെ പടത്തിൽ തീരാറാകുമ്പോഴും. കാരണം കോൺഫിഡൻസ് കൂടുന്തോറും മായയുടെ പെർഫോമൻസ് ബെറ്ററാണ്. അതുകൂടാതെ മായ വന്ന് ആദ്യമൊന്നും മോണിറ്ററിലൊന്നും നോക്കില്ലായിരുന്നു. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴേക്കും മായ വന്ന് മോണിറ്ററിൽ നോക്കിയിട്ട് ചേട്ടാ ഞാൻ ഒന്നും കൂടി ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ അടുത്ത പടത്തിൽ മായ ഉറപ്പായിട്ടും ഇതിലും ഗംഭീരമായിരിക്കും. ഇതിൽ മോശമെന്നല്ല, ഇതിലും ഗംഭീരമാണ്. എന്നാലും അടുത്തതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എൻ്റെ ടെക്നീഷ്യന്മാരെ, വിഷ്ണു ആയാലും ജെയ്സ് ആയാലും അഖിലായാലും ചമനായാലും, നമ്മൾ എല്ലാവരും ടീമായിരുന്നു. കാരണം നമുക്കൊരു നല്ല സിനിമ ചെയ്യണം. കാരണം ഇത് ഞങ്ങളെല്ലാം മോഹൻലാൽ ഫാൻസാണ്. അപ്പം ഞങ്ങൾക്ക് മോഹൻലാൽ സാറിൻ്റെ മകളുടെ സിനിമ വിജയിപ്പിച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അതിൽ എനിക്ക് ശരിക്കും നിങ്ങൾ തളിരോമൽ എന്നുള്ള പാട്ടിൻ്റെ യഥാർത്ഥത്തിൽ അത് ഉണ്ടാവാനുള്ള റീസൺ പോലും ഞാനൊരു പാട്ടാണ് ഉദ്ദേശിച്ചത്. ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പാട്ട്. എല്ലാം ആ കുട്ടിയുടെ ഫാമിലി, നാട്. അപ്പോൾ ജെയ്ക്സിൻ്റെ ഒരു വാക്കിനാണ് എനിക്ക് അതിൽ കുറേ ഐഡിയ കിട്ടി. ജെയ്ക്സ് പറഞ്ഞു, അളിയ മോഹൻലാൽ സാറിൻ്റെ മോളെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മോളെ പോലല്ല, നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു പാട്ടല്ലേ നമുക്ക് വേണ്ടത്. അപ്പോഴാണ് എനിക്ക് കുറേ വിഷ്വൽസ് വന്നത്. ആഹാ കൊള്ളാമെന്ന്. അപ്പോൾ പിന്നെ ജെയ്ക്സിൻ്റെ ആയാലും വിഷ്ണുവിൻ്റെ ആയാലും ചമൻ്റെ ആയാലും അഖിലിൻ്റെ ആയാലും ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും ടെക്നീഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നായാലും ഇൻപുട്സ് ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അത് ചേച്ചിയുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ബിഗിനിങ് സ്റ്റേജിൽ കിട്ടിയത്. കാരണം ഈ സിനിമയുടെ തിരക്കഥയിൽ വളരെയധികം ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുതിയ 2 പേരാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അനിച്ചേട്ടൻ്റെ ഒരുപാട് ഇൻപുട്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉണ്ണിസാറിനെ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു ഒരു കാര്യം ചോദിക്കാനായിട്ട്. അത് നിങ്ങൾ ഒരുപാട് പേരിൽ എനിക്ക് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ. ഉണ്ണിസാർ ചോദിച്ചു, ഈ സിനിമയിൽ ഒരു പട്ടിയുണ്ട്, അതിന് എന്തെങ്കിലും പറ്റുമോ? കാരണം സാറിൻ്റെ മോൾക്ക് പട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് താങ്ങാനുള്ള മനസ്സില്ല എന്ന് പറഞ്ഞു. ഇതിൽ പട്ടിക്കൊന്നും സംഭവിക്കില്ല, അത് ഗ്യാരണ്ടിയാണ്. അതിൻ്റെ റീസണും പറയാം. മായ പ്രത്യേകം പറഞ്ഞു, ഞാൻ ഈ തിരക്കഥയിൽ ആദ്യം പട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കാനൊരു പ്ലാനൊക്കെ ഇട്ട് വെച്ചു. കാരണം ടോവിനോയെ നമ്മൾ 2008 കൊന്ന പോലെ കൊന്നിട്ട് ഒരു ചെറിയ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പിടിച്ച് അങ്ങനെ പടം സൂപ്പർ ഹിറ്റ് അടിക്കാനുള്ള ഒരു പ്ലാൻ ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ മായ പറഞ്ഞ, ചേട്ടാ പട്ടി ഒന്നും ചെയ്യരുത്, പാവം പട്ടിയാണ്. സിനിമയിൽ പോലും ഒരു പട്ടിക്ക് ഒന്നും സംഭവിക്കരുത് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് മായ. അതുകൊണ്ട് പട്ടി സേഫാണ്.
വേറെ ചില ആൾക്കാർക്ക് ചിലതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് സന്തോഷം. ഈ പടത്തിൽ വർക്ക് ചെയ്ത ബിജിച്ചേട്ടൻ ഇവിടെയുണ്ട്, വിനോദേട്ടനുണ്ട്. ഇങ്ങനെ ഈ പടത്തിൽ നമ്മുടെ ഷൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പുള്ള രാത്രികളിലായിരുന്നു ഷൂട്ട്. പക്ഷെ അതിൽ പ്രശ്നം തോന്നാതെ ബിജിച്ചേട്ടൻ്റെ ടീമുമാണ് നമ്മുടെ പടത്തിൽ കൂടെ കട്ടയ്ക്ക് നിന്നത്. ഒരുപാട് സന്തോഷം ബിജിച്ചേട്ടാ, ഒരുപാട് സന്തോഷം. പിന്നെ സൈലക്സ് ചേട്ടൻ 2012 വെള്ളത്തിലായിരുന്നു ജീവിച്ച ആ മനുഷ്യൻ. എൻ്റെ അസോസിയേറ്റ് ആണ് അദ്ദേഹം, ഇവിടെയുണ്ട്. പിന്നെ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിട്ടുണ്ട്. എൻ്റെ ഫുൾ ടീം കൂടെ ഉണ്ട്. എനിക്ക് എല്ലാവരോടും പേഴ്സണലി അത് പറഞ്ഞിട്ടുണ്ട്. അത് സിനിമ റിലീസ് ചെയ്തിട്ട് പറയാതിരിക്കുമായിരുന്നു, എന്നാലും കണ്ട സ്ഥിതിക്ക് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഒരുപാട് സന്തോഷം. ഏറ്റവും അധികം ഞാൻ കടപ്പെട്ടിരിക്കുന്നത്, ഞാൻ ലാൽ സാർ പടം കാണുമ്പോൾ ലാൽ സാറിന് വേണ്ടി ഞാനൊരു കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട്. പടം കാണുമ്പോൾ ഒരു കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട്, അത് അതിൽ ഞാൻ എഴുതിയിട്ടുണ്ടത്. പിന്നെ ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും, മീഡിയ സുഹൃത്തുക്കൾക്കും, എല്ലാ കൂട്ടുകാർക്കും, എല്ലാ എന്താ പറയുക, സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്ദി. ഈ സിനിമ ഭയങ്കര സംഭവമാണെന്നൊക്കെ എല്ലാവരും പറയും, അങ്ങനെയൊന്നുമില്ല. ഒരു ചെറിയ സിനിമയാണ്. നിങ്ങൾ ആരും ഒരു പ്രതീക്ഷയിലും വരരുത്. ഭയങ്കര സംഭവം പ്രതീക്ഷിക്കരുത്. ഇത് സാധാരണ ഒരു കുടുംബചിത്രം. അതിൽ ചില സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നു. അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പോലെ തോന്നുന്നു. അതിൽ ചിലപ്പോൾ ഒരു പരിഹാരം ഉണ്ടാവുമെന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ഒരു വളരെ നാച്ചുറലായി സംഭവിക്കുന്ന ഒരു സിനിമയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആസ് എൻ ഓഡിയൻ എനിക്ക് ആ സിനിമയുടെ ഫൈനൽ ഔട്ട് കണ്ട് കഴിഞ്ഞപ്പോൾ ചെറിയ തരിപ്പൊക്കെ കിട്ടി. അത് നിങ്ങൾക്ക് കിട്ടിയാൽ പടം എന്തായാലും ഓടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.